ഡ്രീം ഷൂട്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ചാനൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഫുഡ് വ്ളോഗുമായിട്ടാണ്. എന്താണെന്നല്ലേ, നല്ലൊരു മട്ടൻ കറി വയ്ക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതും സ്പെഷ്യലായിട്ട് ഞങ്ങൾ കുരുമുളക് അരച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തോട്ടത്തിലാണ്. നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമുക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടോയെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവുകയല്ലേ. പറഞ്ഞതുപോലെ ഒരു കുരുമുളക് ചെടി, അത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ മട്ടപ്പാവ് കൃഷി എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഉൾപ്പെട്ട് നമ്മളിവിടെ കുറച്ച് സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയാനുള്ള കുരുമുളക്, ഇത് നാടൻ കുരുമുളകാണ്. നല്ല രീതിയിൽ കായ്ക്കുന്ന, ഇച്ചിരി കായ്കളും കാര്യങ്ങളെല്ലാം നിൽപ്പുണ്ട്. ഇച്ചിരി വളഞ്ഞത് ഞങ്ങളിന്ന് എടുത്തായിരുന്നു കറിക്ക് ആവശ്യമായിട്ട്. പിന്നെ വഴുതനങ്ങ, മഞ്ഞൾ, പിന്നെ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, പുതിനയില. ചമ്മന്തി അരയ്ക്കാനൊക്കെ ബെസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ പാവൽ നിൽപ്പുണ്ട്. പാവലും വിത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പാവൽ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ കുടമഞ്ഞൾ നിൽപ്പുണ്ട്. പിന്നെ ഇത് വരുമ്പോൾ മധുരക്കിഴങ്ങ്, ചുവന്ന സൈസ് മധുരക്കിഴങ്ങിൻ്റെതാണ് ഈ കാണുന്നത്. പിന്നെ ആഫ്രിക്കൻ മല്ലി ഇങ്ങനെ പാകറ്റും. ഇതും ചമ്മന്തി, നല്ല ചമ്മന്തി അരയ്ക്കാനെല്ലാം നല്ല ടേസ്റ്റാണ്. പിന്നെ ഇഞ്ചി, വീട്ടാവശ്യത്തിനുള്ള രീതിയിലുള്ള ഇഞ്ചി ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക്. ഇത് ഒരുതരം മണം വരുന്ന ഒരു മുളകാണ്. ഇത് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. നല്ല പച്ചപ്പുള്ള നല്ല ഭംഗിയുള്ള മുളക് ഞങ്ങൾ കറിക്ക് ആവശ്യമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വരുമ്പോഴും ഇവിടെയും മധുരക്കിഴങ്ങ് വെച്ചിട്ടുണ്ട്. അത് കായ്ക്കാറായില്ല, കായ്ഫലം വന്ന് തുടങ്ങിയില്ല. പിന്നെ നെക്സ്റ്റ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മെയിൻ ഹൈലൈറ്റായിട്ട് കാണുന്നത് കറിവേപ്പില പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ ഏരിയയിൽ കറിവേപ്പില വലിയ രീതിയിൽ ഉണ്ടാകത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം അതിന് മുന്നേ വെച്ച തൈകളും കാര്യങ്ങളെല്ലാം അതേ കണക്കിന് തന്നെ നിൽപ്പുണ്ട്. പിന്നെ ഇത് പ്രത്യേക രീതിയിൽ ചെടിച്ചട്ടിയിൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് മാത്രം ഇത് ഒരുവിധം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മുകളിലത്തെ മട്ടപ്പാവ് കൃഷി എന്ന് പറയുന്നത്. നമുക്കിനി നേരെ കിച്ചണിലേക്ക് പോകാം. അവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പോവാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കിച്ചണിലെത്തിയിരിക്കുകയാണ്. കിച്ചണിൽ എന്തൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. ആദ്യം നല്ല രീതിയിൽ വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് മട്ടൺ. എല്ലിൻ്റെ പീസൊക്കെ ഉണ്ട്. ഞങ്ങൾ ഏകദേശം 1 കിലോ അടുപ്പിച്ചിട്ട് മേടിച്ചിട്ടുണ്ട് മട്ടൺ. അത് കഴിഞ്ഞിട്ട് ആദ്യം ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് സവാള ഏകദേശം ഒരു 3-4 സവാളകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് ഒരു 6-7 പച്ചമുളകോളം അതെടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെയുള്ള കുരുമുളക്, മേളിൽ ഞങ്ങളുടെ തോട്ടത്തിൽ നിന്നിട്ടുള്ള കുരുമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചേർത്തിട്ടൊരു മിശ്രിതം, നമുക്കൊരു കൂട്ടുണ്ടാക്കണം. നമ്മളത് അമ്മിക്കല്ലിൽ നേരത്തെ കണ്ടതുപോലെയുള്ള വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് അരയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ഇച്ചിരി കറിവേപ്പില ഇട്ട് അരച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം.
അങ്ങനെ ആ മസാലക്കൂട്ടെല്ലാം ഞങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില എല്ലാം കൂടെ റെഡിയാക്കിയിട്ട് ആ ഒരു കൂട്ട് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഗ്യാസിൽ ഇവിടെ നമ്മുടെ കപ്പ ഇവിടെ ഇരുന്ന് വേവുന്നുണ്ട്. നമുക്കിനി അടുത്ത ഇതിൽ നമ്മുടെ പാചകം ചെയ്യാനുള്ള പാത്രം നമുക്ക് തീ കത്തിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇച്ചിരി കടു, ഇത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യണം. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അങ്ങ് പൊട്ടി വരുന്നത് വരെ. നമുക്ക് ഇച്ചിരി കറിവേപ്പില, നിങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില, അതിനുശേഷം ജസ്റ്റ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാള, ഞാനവിടെ 4 സവാളയാണ് നേരത്തെ പറഞ്ഞത്. ഞാനൊരു 4 സവാള വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ല കളർഫുള്ളായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളക്, ഇത് ഇച്ചിരി മണവും കാര്യങ്ങളൊക്കെ ഉള്ള മുളകാണ്. നല്ല കളർഫുള്ളാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വഴറ്റാം. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മൂത്ത് ചുവന്ന കളറിൽ വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ വഴണ്ട് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു സമയം കൂടെ നമുക്ക് നമ്മുടെ മട്ടൺ നമുക്കൊന്ന് വേവിക്കാനായിട്ടിടാം. നമ്മളതിനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ മട്ടൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ എടുത്ത മട്ടൺ ഞങ്ങൾ കുക്കറിലാക്കിയിട്ടുണ്ട്. ഒരു ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതിയാവും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മട്ടണിൽ ഇച്ചിരി വെള്ളം ഊറി വരും. അതും കൂടെ ആകുമ്പോൾ നമുക്ക് കുക്കറിൽ ആവശ്യത്തിലധികം വെള്ളമായി പോകും. അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ, അങ്ങനെ നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി വയ്ക്കുക. ലേശം ഉപ്പ്, ഇടുക. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാം. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ അടയ്ക്കുക. അങ്ങനെ നമുക്ക് കുക്കർ വയ്ക്കാനായിട്ട് ആദ്യം സ്റ്റൗ കത്തിക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുക്കർ വേണം. മുകളിലേക്ക് നമ്മൾ അങ്ങനെ നമ്മുടെ ഉള്ളി ഏറെക്കുറെയൊക്കെ ഒന്ന് വേണ്ട വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള
ഇഞ്ചി വെളുത്തുള്ളി. ഇത് നമ്മൾ ഇപ്പോഴിടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അടിയിൽ പിടിച്ച് ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു എസൻസ് നമുക്ക് കറക്റ്റായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് അതിന് ശേഷം നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിയും ടൊമാറ്റോയും പച്ചമുളകും എല്ലാം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മട്ടൻ റെഡിയായി വരുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ കപ്പ റെഡിയായി വരുന്നുണ്ട്. അടുത്ത സൈഡിൽ നമ്മുടെ നമ്മുടെ മസാല ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കരുത്. ഒഴിക്കുന്നുള്ളത് നമ്മുടെ മട്ടൻ വേവിക്കുന്നതിൻ്റെ അതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം കിട്ടും. ശരിയായിട്ടുള്ള ആ വെള്ളം നമ്മൾ ഒഴിക്കുക. നമ്മുടെ സൈഡിൽ ഒരു സൈഡിൽ കപ്പ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള കറി മസാല നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്കിനി ഒന്ന് വറുത്തിട്ട് വേണം, ഇതിലൊന്ന് പൊടിച്ചിട്ട് അങ്ങനെ നമ്മൾ കറിയിലേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മട്ടൺ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ജസ്റ്റ് രുചിയായിട്ട് അതിൻ്റെ ഒരു സൂപ്പ് കണക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വേണം നമുക്ക് ആ കറിയിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. നമുക്ക് കറിയിലേക്ക് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൽ നേരത്തെ കണ്ട മസാല പൊടി നമുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിൽ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മസാലയും ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ അതിലേക്ക് തട്ടി കൊടുക്കുക. മട്ടൺ തട്ടിയതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയായിട്ട്.
വന്നതിന് ശേഷം ജസ്റ്റ് ഒരു 10-15 മിനിറ്റോളം അടച്ച് വയ്ക്കുക. അങ്ങനെ നമ്മുടെ മട്ടൻ കറി നല്ല രീതിയിൽ കിടന്ന് നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് തേങ്ങാപ്പാൽ. ഞാനിപ്പോൾ ഇവിടെ വെള്ളം കൂട്ടി നല്ല രീതിയിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ മുഴുവൻ നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഒഴിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മട്ടണിൽ ഗ്രേവി വേണം. നമ്മൾ ഈ സാധാ വെള്ളം ചേർക്കുന്നതിനും കാട്ടി അത് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്വാദിഷ്ടവും നല്ല ടേസ്റ്റുമായി. നല്ല രീതിയിൽ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇത് നമുക്കൊരു 10-15, അതായത് ഇത് ഇച്ചിരി തിളയ്ക്കണം. തിളച്ച് കുറച്ചൊന്ന് വറ്റണം. മുഴുവനായിട്ട് വറ്റിക്കാൻ നിൽക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് മട്ടൻ കറിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം നോക്കാം. മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. പീസായിട്ട് മൊത്തത്തിൽ എടുത്ത് അപ്പോൾ ഒരു രക്ഷയല്ല, പൊളി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ആടിൻ്റെ ലെഗ് പീസ്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു പ്ലേറ്റ് ചൂട് കയറണേ. ഇച്ചിരി വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഐറ്റം. ഒരു രക്ഷയില്ല, സൂപ്പർ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. ഓക്കെ, താങ്ക് യു.